20-ാം സഭയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Jesus tells the story of a man who had some land. ഒരു മനുഷ്യന് ഒരു വലിയ ധനവാൻ ഒരു വസ്തു ഉണ്ടായിരുന്നതിനെക്കുറിച്ച് യേശു പറയുന്നു. And he went to the market where the day laborers were working. തന്റെ വേലക്കാർ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവൻ പോയി. And he invited 3 groups of men to come and work in his fields. അവൻ 3 ആൾക്കാരെ വിളിച്ച് തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാക്കി വെച്ചു. And early in the morning he agreed with the first group that he would pay them the standard day's wage. അതിരാവിലെ കണ്ട ഒരുവന് അവൻ തക്കതായ ഒരു തുക നൽകാമെന്ന് പറഞ്ഞ് അവനെ ജോലിയിലാക്കി വെച്ചു. And at midday, when he realized the work would not be finished, he went again. ഉച്ചയായപ്പോൾ ജോലി തീരാത്തോണ്ട് അവൻ വീണ്ടും പുറത്തേക്ക് ചെന്നു. And because he was a generous man, he agreed again a standard day's wage. അവൻ വലിയ ദയവുള്ള മനുഷ്യനായതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നവനും ഒരു കൂലി പറഞ്ഞു ഉറപ്പിച്ചു. And towards evening he saw the work is still not finished. വൈകുന്നേരം നോക്കിയപ്പോഴും ജോലി തീർന്ന മട്ടില്ല. So again he went to the market for a final time and he said, come and work in my field. And he promised them to pay them a full day's wage. വീണ്ടും അവൻ ചന്തസ്ഥലത്ത് ചെന്ന് തന്റെ വേലക്കായ ആൾക്കാരെ വിളിച്ചു. അവർക്കും അതേ കൂലി പറഞ്ഞുറപ്പിച്ചു. Sounds like a very bad businessman to me. Sounds like a very bad businessman. ഞാൻ പറയുകയാണെങ്കിൽ ഇയാൾ ഒരു വളരെ മോശം മുതലാളി എന്നേ പറയുകയുള്ളൂ. Why do you invite people for 1 hour to work and yet you pay them for a whole day's work? എന്തിനാണ് ഈ ഉച്ചയ്ക്കും വൈകുന്നേരം വന്നവരൊക്കെ വിളിച്ച് ജോലിക്ക് നിർത്തി ഒരു ദിവസം മുഴുവനുള്ള ശമ്പളം കൊടുക്കാന്ന് ഇയാൾ പറയുന്നത്? Doesn't make sense, does it? ഇതിനകത്ത് വല്ല ബുദ്ധിയുണ്ടോ? Well, that's the kingdom of heaven. ദൈവരാജ്യം എങ്ങനെയുള്ളതാണ്? It's a generous kingdom. ഇത് ദയവുള്ള രാജ്യമത്രേ. God wants to give us things we don't deserve. നമുക്ക് യോഗ്യത ഇല്ലാത്തത് നൽകി തരുന്ന രാജ്യമാണ് ദൈവത്തിന്റെ രാജ്യം. And he wants us to enter his kingdom and start working for him. അവന്റെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരെ ഓർത്ത് അവൻ നൽകി കൊടുക്കുന്നു. And he does not want us to complain against the others who join later. പിന്നീട് വന്നവരെ കുറിച്ച് ആദ്യം വന്നവർ പരാതിപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു. You see in the story, at the end of the day, jealousy broke out between them. അവൻ അത് ഈ കഥയുടെ അവസാനം പറയുന്നു. ആദ്യം വന്നവർ പിന്നീട് വന്നവരെ ഓർത്ത് അസൂയപ്പെട്ടു. Those who worked the whole day could not understand that the master paid those who joined at the end of the day the same amount. ഈ ദിവസം മുഴുവനും ജോലി ചെയ്തവർക്ക് വൈകുന്നേരമായിട്ട് മനസ്സിലായില്ല തങ്ങളുടെ യജമാനൻ വൈകി വന്നവർക്ക് ഒരുപോലെ കൂലി കൊടുക്കാൻ ദയവുള്ളവനാണെന്നുള്ള കാര്യം. But the master said, എന്നാൽ യജമാനൻ പറയുന്നു, I haven't cheated you. എനിക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ട്. I have given you what I promised. ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞു നിനക്ക് നൽകിയില്ലയോ? So don't complain if I am generous with somebody else. എനിക്ക് മറ്റൊരു ദയ തോന്നിയാൽ നീ അസൂയപ്പെടുന്ന എന്തിനെ? The kingdom of heaven is a generous kingdom. ദൈവരാജ്യം നമ്മുടെ ചിന്തക്കപ്പുറമായി ദയവ് കൊണ്ട് നിറഞ്ഞ രാജ്യമാണ്. And it's a personal kingdom. അത് ഒരു വ്യക്തിപരമായ ഒരു രാജ്യം കൂടിയാണ്. Because God deals with you personally. നീ അവിടെ വ്യക്തിപരമായിട്ട് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. And he makes a promise to you. അത് നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. And it's none of your business what he makes the promise to that person. ഒരുപക്ഷെ മറ്റൊരാളോട് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതുമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഉണ്ടായില്ല. Because he's a generous God. കാരണം നമ്മുടെ ദൈവം ദയവുള്ള കൃപയുള്ള ദൈവമത്രേ. And there's one little secret in that parable. ഈ ഉപമയിലുള്ള ഒരു രഹസ്യം എന്തെന്ന് വെച്ചാൽ, in English it sounds great. It says the reward is you're not bored. The reward is you're not bored. But in Malayalam it probably doesn't work. I'll explain it. You see, there was an additional reward beyond the money those men got. There was an additional reward. ഒരു പൊതുവെ പറഞ്ഞുറപ്പിച്ച ഒരു പ്രതിഫലമുണ്ട്. Those people who worked all day in the field, അവർ നിയമപരമായി മുന്തിരിത്തോട്ടത്തിൽ അല്ല വയലിൽ വേല ചെയ്യുന്നവരാണ്. they received their money. അവർ പണം നോക്കി ജോലി ചെയ്യുന്നു. They received the privilege of working, having something to do. ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രത്യേക ആൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള ഒരു സ്ഥാനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. So they were not bored all day long. അവർ ആ ജോലി കഴിഞ്ഞു വരുമ്പോൾ, and more than anything, എല്ലാത്തിനും അധികമായി, they had the security of knowing that their